9.5 വായിച്ചു നോക്കാം. വെലോസിറ്റി ടൈം ഗ്രാഫ് ഓഫ് a ball of mass 20 gram moving along a straight line on a long table is given. ഓക്കെ, ഇങ്ങനെ ഒരു വെലോസിറ്റി ടൈം ഗ്രാഫ് തന്നിട്ടുണ്ട്. എന്തിന്റെ വെലോസിറ്റി ടൈം ഗ്രാഫ്? ഒരു ടേബിൾ ഉണ്ട്, ആ ടേബിളിന്റെ മുകളിൽ കൂടിയിട്ട് ഒരു ബോൾ പൊക്കോണ്ടിരിക്കുകയാണ്. ഓക്കെ, ബോൾ ഓഫ് മാസ് 20 gram പൊക്കോണ്ടിരിക്കുകയാണ്. അങ്ങനെ പൊക്കോണ്ടിരിക്കുമ്പോഴേക്കും എന്താ സംഭവിക്കണേ? ഒരു ഫസ്റ്റ് ഒരു വെലോസിറ്റി ഉണ്ടായിരുന്നു, എന്നിട്ട് ഫ്രിക്ഷൻ, ടേബിളിന്റെ ഫ്രിക്ഷൻ കാരണം ഇറ്റ് അൾട്ടിമേറ്റ്ലി കംസ് ടു റെസ്റ്റ്. It ultimately comes to rest. Okay, ഈ ഫോഴ്സ് എത്രയാണെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പൊ നമ്മുടെ നോർമൽസ് ആണ് ഗിവൺ എന്താന്ന് കണ്ടുപിടിക്കണം, ടു ഫൈൻഡ് എന്താന്ന് കണ്ടുപിടിക്കണം, കൺവേർഷൻ എങ്ങനെയാ ചെയ്യേണ്ടതെന്ന് നോക്കണം, ഫോർമുല എന്താണ് ചെയ്യേണ്ടതെന്ന് നോക്കണം. ഇങ്ങനെ കുറേ കാര്യങ്ങൾ നമുക്ക് അപ്ലൈ ചെയ്യണം. അതേപോലെ തന്നെ യൂണിറ്റ്സ് എന്താണെന്ന് ചെയ്യാൻ നോക്കണം. കുറേ കാര്യങ്ങൾ നമുക്ക് കെയർലെസ്നെസ് വരും. സോ ഇഫ് യു ഫോളോ ദിസ് പാറ്റേൺ നമ്മുടെ തിങ്കിങ് കട്ടയ്ക്ക് സ്ട്രോങ് ആയിരിക്കും. You'll write the given mass is equal to 20 gram. Now ഇവിടെ നോക്ക്, വെലോസിറ്റി ടൈം ഗ്രാഫ് ആണ് ഇത്. ടൈം എന്ന് പറയുന്ന എക്സ് ആക്സിസ്. അപ്പൊ ഇത് 0th സെക്കൻഡ്, 1 സെക്കൻഡ്, 2 സെക്കൻഡ്, 3 സെക്കൻഡ്, 4 സെക്കൻഡ്. അപ്പൊ 0th സെക്കൻഡിൽ നിങ്ങളുടെ വെലോസിറ്റി എന്താ? ഫസ്റ്റ് ഇനിഷ്യൽ ടൈമിൽ നിങ്ങളുടെ വെലോസിറ്റി 20, വിച്ച് മീൻസ് യുവർ സ്റ്റാർട്ടിംഗ് വെലോസിറ്റി ഈസ് 20. പക്ഷെ നോക്കിക്കോ, ഇതിൽ ട്വിസ്റ്റ് എന്താ? സെന്റിമീറ്റർ പെർ സെക്കൻഡ് ആണ്. സെന്റിമീറ്റർ പെർ സെക്കൻഡ് ആണ്. ഓക്കെ, ഫൈനൽ വെലോസിറ്റി കുറഞ്ഞു 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 ഫൈനൽ വെലോസിറ്റി 10th സെക്കൻഡിൽ നിങ്ങളുടെ ഫൈനൽ വെലോസിറ്റി എന്താ? യു ഹാവ് ടു റീഡ് യുവർ വൈ ആക്സിസ്. 10th second. See the first second, second second, third second, fourth second, fifth second. അങ്ങനെ ഇത് 10th സെക്കൻഡിൽ നിങ്ങളുടെ വെലോസിറ്റി എത്രയാ? വെലോസിറ്റി 0. ഓക്കെ, ഫൈനൽ വെലോസിറ്റി 0 ആണ്. ടൈം 10 ആണ്, 10 seconds ആണ്. ഓക്കെ, ഇത് ഇത്രയാ. ഓക്കെ, നൗ കമ്മിങ് ടു ഗിവൺ കണ്ടുപിടിച്ചു. ടു ഫൈൻഡ് എന്താണ്? ഫോഴ്സ് എത്രയാന്ന് കണ്ടുപിടിക്കണം. ഫോഴ്സ് എത്രയാന്ന് കണ്ടുപിടിക്കണം. ടു ഫൈൻഡ് ഫോഴ്സ് ആണ്. കൺവേർഷൻ ഉണ്ടോ? കൺവേർഷൻ ഉണ്ട്. എന്തൊക്കെ കൺവേർഷൻ ഉണ്ട്? ഒന്ന്, ഗ്രാമിനെ കിലോഗ്രാം ആക്കണം. മാസ് എന്താണ്? ഗ്രാമിനെ പിടിച്ചിട്ട് കിലോഗ്രാം ആക്കണം എന്നുള്ളതും. അതുപോലെ തന്നെ രണ്ടാമത്തത് എന്താണ്? രണ്ടാമത്തത് യു ഹാവ് ടു കൺവേർട്ട് സെന്റിമീറ്റർ ടു മീറ്റർ, മീറ്റർ പെർ സെക്കൻഡ് ആക്കണം അല്ലെ. ഇത് രണ്ട് കൺവേർഷൻസും നമുക്ക് ഇമ്പോർട്ടന്റ് ആണ്. അത് നമുക്ക് നോക്കാം, ഓരോന്നായിട്ട് നോക്കാം. അത് കാരണം ഫോഴ്സ് കണ്ടുപിടിക്കണമെങ്കിൽ മാസിനെ പിടിച്ചിട്ട് കിലോഗ്രാം ആക്കണം. വിച്ച് ഇസ് വാട്ട്? gram to kilogram is divided by 1000. Gram to kilogram is divided by 1000. ഇത് ഇവിടെ ഇരിക്കട്ടെ, 2/100. 2/100. ഓക്കെ, അത് അവിടെ ഇരിക്കട്ടെ. 2/100 കിലോഗ്രാം എന്നുള്ളത് നമുക്ക് കിട്ടി. ആക്സിലറേഷൻ u is equal to 20 സെന്റിമീറ്റർ പെർ സെക്കൻഡ്. സെന്റിമീറ്റർ ടു മീറ്റർ എന്താണ്? സെന്റിമീറ്റർ ടു മീറ്റർ ഡിവൈഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? 20 സെന്റിമീറ്ററിനെ മീറ്റർ ആക്കാൻ ഡിവൈഡഡ് ബൈ 100 മീറ്റർ പെർ സെക്കൻഡ്. മീറ്റർ പെർ സെക്കൻഡ് ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ, സോ ഒന്നുകൂടി നോക്കിയുടെ കുട്ടികളെ, ഗ്രാം ടു കിലോഗ്രാം എന്താ ചെയ്യേണ്ടത്? ഡിവൈഡഡ് ബൈ 1000. സെന്റിമീറ്റർ ടു മീറ്റർ ഇത് നമ്മൾ ഇത് അറിഞ്ഞിട്ടുണ്ടാവണം കേട്ടോ. നമ്മുടെ കൺവേർഷൻസ് കറക്റ്റ് അറിഞ്ഞിട്ടുണ്ടാവണം, തിരിച്ചും മറിച്ചും. ഓക്കെ, അത് മറക്കാൻ പാടില്ല. അപ്പൊ അതിന്റെ ഓർഡർ എങ്ങനെയാന്ന് ഞാൻ പറഞ്ഞു തരട്ടെ, ഒന്നും കൂടി നോക്കിക്കോളൂ കേട്ടോ. അതെങ്ങനെയാ കണ്ടുപിടിക്കേണ്ടത്? ആ ഓർഡർ ഒന്ന് പഠിക്കണം. ഈ കൺവേർഷൻ ഓർഡർ എന്ന് പറയുന്ന സാധനം നമ്മൾ പഠിക്കേണ്ട ഒരു സാധനം കേട്ടോ. അത് നമുക്ക് ഞാൻ ഇപ്പൊ കാണിച്ചു തരും. ഫിസിക്സ് നോട്ടിന്റെ ബാക്കിൽ എഴുതണം. മില്ലിമീറ്റർ, സെന്റിമീറ്റർ, മീറ്റർ, കിലോമീറ്റർ എന്ന് പറയുന്നത്. മില്ലിമീറ്റർ ടു സെന്റിമീറ്റർ കൺവേർട്ട് ചെയ്യാം. ഓക്കെ, സെന്റിമീറ്റർ ടു മീറ്റർ. ഇത് തന്നെ ഗ്രാമും ആവാം, എന്ത് വേണമെങ്കിലും ആവാം. ഇത് തന്നെ മില്ലിമീറ്റർ, മില്ലിഗ്രാം, സെന്റിഗ്രാം, ഗ്രാം, കിലോഗ്രാം. ഓക്കെ, ഇങ്ങനെ വരും. കിലോമീറ്റർ ടു മീറ്റർ ആക്കാൻ ഇൻറ്റു 1000. ഓക്കെ, മീറ്റർ ടു സെന്റിമീറ്റർ ആക്കാൻ ഇൻറ്റു 100, സെന്റിമീറ്റർ ടു മില്ലിമീറ്റർ ഇൻറ്റു 10. ഇതെല്ലാം ഡിവൈഡഡ് ബൈ 10, ഇവിടെ ഡിവൈഡഡ് ബൈ 100, ഇവിടെ ഡിവൈഡഡ് ബൈ 1000. ഇതാണ് ഓർഡർ. ഓക്കെ, അപ്പൊ കിലോമീറ്ററിനെ പിടിച്ച് സെന്റിമീറ്റർ ആക്കണമെങ്കിലോ? കിലോമീറ്ററിനെ ആദ്യം മീറ്റർ ആക്കി സെന്റിമീറ്റർ ആക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഇൻറ്റു 1000 ഇൻറ്റു 100 ചെയ്ത് കഴിഞ്ഞാൽ കിലോമീറ്ററിനെ സെന്റിമീറ്റർ ആക്കാം. കിലോമീറ്ററിനെ സെന്റിമീറ്റർ ആക്കാൻ ഇൻറ്റു 1000 ഇൻറ്റു 100 ചെയ്യണം. ഓക്കെ, ഇതാണ് ഓർഡർ. നമുക്ക് എന്താ ചെയ്യേണ്ടത്? സെന്റിമീറ്ററിനെ പിടിച്ചിട്ട് മീറ്റർ ആക്കണം. അപ്പൊ ഡിവൈഡഡ് ബൈ 100 ചെയ്യണം. മുകളിലത്തത് മാത്രം കൺവേർട്ട് ചെയ്താൽ മതി. അപ്പൊ ഡിവൈഡഡ് ബൈ 100 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടി. ഇനി ഫോർമുല അപ്ലൈ ചെയ്യുക. F is equal to m into v minus u by time. മാസ് എത്രയാ? 2/100 into v എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0 മൈനസ് u എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ again 2/10. 2/10 divided by time. Divided by time എന്ന് പറഞ്ഞാൽ divided by 10. ഓക്കെ, divided by 10. ഓക്കെ, ഇതാണ് നമുക്ക് ചെയ്യേണ്ടത്. ഇതിന്റെ കാൽക്കുലേഷൻ നമുക്ക് എങ്ങനെയാ ചെയ്യാ? ഇതിന്റെ കാൽക്കുലേഷൻ is 2/100.
ഇതാദ്യം ചെയ്യാം. 0 minus 2 by 10 is minus 2 by 10. അപ്പൊ 2 into minus 2 by 10 ഈ divided by 10 എന്ന് പറഞ്ഞാൽ എന്താ? into 1 by 10. തല കുത്തനെ ഇടും അല്ലെ? ഡിവൈഡഡ് ബൈ 10 എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഇൻറ്റു 1 by 10 അല്ലേ? അങ്ങനെയല്ലേ നമ്മൾ ചെയ്യാം. ഓക്കെ, അപ്പൊ ഇതിന്റെ ആൻസർ എത്ര വരും? -4. 2 into -2 is -4 divided by 100 എന്ന് നമുക്ക് ആൻസർ വരും. -4 divided by 100. ഓക്കെ, -4 divided by 100 എത്രയാ? സോറി, ഇവിടെ 1000 ഉണ്ട് കേട്ടോ. 2 by 100 എന്നാട്ടോ വരിക ഇവിടെ. കറക്റ്റ് ആണ്. ഇവിടുത്തെ 2 by 100 ഇവിടെ 2 by 100 ഇടാൻ ഞാൻ വിട്ടുപോയി. സോ 2 by 100 കൂടി വരുമ്പോൾ 2 0. അപ്പൊ ഈ ഒരു 0, ഈ ഒരു 0, ഇവിടുത്തെ 2 0യും കൂടി വരുമ്പോൾ ഇത്രയും വരും. ഓക്കെ, വിച്ച് ഇസ് ഈക്വൽ ടു വാട്ട്? ഇത് എത്ര ആൻസർ വരണേ? ആൻസർ ഇസ് ഗോയിങ് ടു ബി, ഈ ഒരു 0 വെച്ചിട്ട് ഇത് 0.4ന്റെ ഇപ്പുറത്തോട്ട്, 4 ഇപ്പുറത്തോട്ട് ചാടും. ബാക്കി 3 zeros ഇവിടെ വരും. 1 2 3 4 0.00. അപ്പൊ ഡിവൈഡഡ് ബൈ ഈ ഒരു 0 വെച്ചിട്ടാണ് 4 ഇപ്പുറത്തോട്ട് ചാടുന്നത്. ബാക്കി 3 zeros അവിടെ തന്നെ ഇടും. 0.0004 ന്യൂട്ടൺ എന്ന് നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ.